എല്ലാവർക്കും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ എക്സാമിന് എങ്ങനെ രജിസ്റ്റർ ചെയ്യാന്നുള്ള വീഡിയോ ഒക്കെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആളുകൾ കണ്ട് സ്വയം ചെയ്യുന്നുണ്ട്. ഒരുപാട് ആളുകളുടെ ഫെയിൽഡ് ആവുന്നുണ്ട്. ക്യാഷ് അക്കൗണ്ടിൽ നിന്ന് പോവുകയും അതുപോലെ തന്നെ നമുക്ക് റിട്ടേൺ ആയി കിട്ടുന്നില്ല. ഇങ്ങനെയൊക്കെ ഒരുപാട് ആളുകൾ ഫേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ചാനൽ കയറിയിട്ട് പ്ലേലിസ്റ്റ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒരു പ്ലേലിസ്റ്റാക്കി നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിലെല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. സോ അത് കാണുക. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് അതായത് നമ്മളിപ്പോൾ ഏതെങ്കിലും എക്സാമിൻ്റെ റിസൾട്ട് വന്നു. അപ്പോൾ ഈ ഒരു റിസൾട്ടിൽ നമുക്കിപ്പോൾ നമ്മൾ വിചാരിച്ചത് മാർക്ക് കുറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഫെയിൽഡ് ആയിട്ടുണ്ട്, ഇങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്ക് ഒന്ന് റിവാലുവേഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ റിവാലുവേഷൻ്റെ ഫീസ് വരുന്നത് 700 സംതിങ് രൂപയാണ്. 740 ഒരു വിഷയത്തിന് വരുന്നിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് അതിന് അപ്ലൈ ചെയ്യാം എന്നുള്ള ഡീറ്റെയിൽസാണ് ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. സോ ആദ്യം തന്നെ ഗൂഗിൾ എടുക്കുക, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻറ്റ് പോർട്ടൽ സെർച്ച് ചെയ്ത് കൊടുക്കുക. അതിൽ ഗസ്റ്റ് ലോഗിൻ ഉണ്ടാവും. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ, അതായത് നിങ്ങളുടെ ഹാൾ ടിക്കറ്റിലൊക്കെ ഉണ്ടാകുന്ന ആ ഒരു നമ്പർ ഉണ്ടാവും. അത് നിങ്ങൾ കൊടുക്കുക. അതിനുശേഷം പാസ്വേഡ്, ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ സ്റ്റുഡൻറ്റ് പോർട്ടലിലോട്ട് ലോഗിൻ ആയി വരാൻ പറ്റുന്നതായിരിക്കും. സോ ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ആണ് ഞാനിപ്പോൾ ഇത് ചെയ്ത് കാണിച്ചു തരുന്നത് നിങ്ങൾക്ക്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 4 ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾക്ക് താഴത്തായിട്ട് റിവാലുവേഷൻ എന്ന് കാണാം. അതിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ യൂസ്ഫുൾ ആവുന്ന ഇൻഫോർമേറ്റീവ് എന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ ഇട്ട് വെക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുന്ന ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് നിങ്ങളുടെ സബ്ജക്റ്റുകൾ ചോദിക്കും. ഏതിലാണ് നിങ്ങൾക്ക് റിവാലുവേഷൻ കൊടുക്കേണ്ടത് ജസ്റ്റ് ഒന്ന് നോക്കുക. അപ്പോൾ ഞാനിവിടെ മാക്രോ എക്കണോമിക്സ് ആണ് സെലക്ട് ചെയ്യുന്നത്. അപ്പം അതിലാണ് എനിക്ക് റിവാലുവേഷൻ കൊടുക്കേണ്ടത്. അപ്പം ഓക്കെ, അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ID താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകുന്നുണ്ട്. നിങ്ങൾക്കത് മെസ്സേജ് ചെയ്യാവുന്നതാണ്. സോ ഞാൻ റിവാലുവേഷൻ ഭാഗത്ത് ക്ലിക്ക് കൊടുത്തിട്ട് ഷോ ഫീ എന്ന ഭാഗം ക്ലിക്ക് ചെയ്തു. ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും റിവാലുവേഷന് ഒരു സബ്ജക്റ്റിന് 700 രൂപയാണ്. ആപ്ലിക്കേഷൻ ഫീ വന്നിട്ടുള്ളത് 40 രൂപ. ടോട്ടൽ 740 രൂപയാണ് ഫീ വന്നിട്ടുള്ളത്. അതിനുശേഷം താഴെ കാണുന്ന പേ ഫീ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇതുപോലെ ഒരു ചലാൻ നമ്പറൊക്കെ വന്നിട്ട് ഒരു ഡീറ്റെയിൽസ് കിട്ടും. ഇത് നിങ്ങൾ മസ്റ്റായിട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഓക്കെ, കാരണം നിങ്ങൾ പേയ്മെൻറ്റൊക്കെ ഫെയിൽഡ് ആയിട്ടുണ്ടെങ്കിൽ അതും 10 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് റീഫണ്ട് ആയിട്ടില്ല എന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ഈ ഒരു ചലാൻ നമ്പർ വെച്ചിട്ട് നമുക്ക് അതിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, റിക്വസ്റ്റ് കൊടുക്കാം റീഫണ്ട് ആവാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് 4 ഓപ്ഷൻ ഉണ്ട്. സോ നിങ്ങൾ രണ്ടാമത്തെ ഓപ്ഷൻ SBI പേയ്മെൻറ്റ് എന്ന ഗേറ്റ്വേ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഐ ആക്സെപ്റ്റ് ആൻഡ് കണ്ടിന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കാരണം എല്ലാവരുടെ മൊബൈലും ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഓൺലൈൻ UPI ആപ്ലിക്കേഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഞാനിവിടെ പേയ്മെൻറ്റ് ചെയ്യുന്നത് ഗൂഗിൾ പേ വഴിയാണ്. ഇപ്പോൾ UPI എന്ന് കാണാൻ സാധിക്കും. അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്തതിനു ശേഷം താഴത്ത് നിങ്ങളുടെ UPI ID, നിങ്ങളുടെ ഗൂഗിൾ പേയിലുള്ള UPI ID നിങ്ങളിവിടെ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം വാലിഡേറ്റ് UPI ID എന്ന് കാണാൻ സാധിക്കും. അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ജസ്റ്റ് ലോഡിങ് ഉണ്ടാവും. അത് നിങ്ങളുടെ UPI ID കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഗ്രീൻ ടിക്ക് മാർക്ക് വരും. അതിനുശേഷം താഴെ കാണുന്ന പേ നൗ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഗൂഗിൾ പേയിലേക്ക് ഒരു മെസ്സേജ് വരും. അതായത് റിക്വസ്റ്റ് മെസ്സേജ് ആയിരിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. നേരെ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നേരെ ഗൂഗിൾ പേ പോകും. ഗൂഗിൾ പേ പോയിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ UPI പിൻ നമ്പർ എൻ്റർ ചെയ്തിട്ട് ആ ഒരു പേയ്മെൻറ്റ് അവിടെ കംപ്ലീറ്റ് ചെയ്യുക. കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് റീസെൻറ്റ് വരിക. അതിനുശേഷം നേരെ ഇത് ബ്രൗസറിലോട്ട് വരിക. കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു ലോഡ് ചെയ്തിട്ട് നമ്മുടെ പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കും രജിസ്ട്രേഷൻ അപ്ലോഡ് സക്സസ്ഫുള്ളി, പ്ലീസ് ഡൗൺലോഡ് ദ ആപ്ലിക്കേഷൻ കോപ്പി. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നമ്മുടെ റിവാലുവേഷൻ്റെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പല ആളുകൾക്കും ക്യാഷ് ഡെബിറ്റ് ആവുന്നുണ്ട്, ബട്ട് സക്സസ്ഫുൾ ആവുന്നില്ല, രജിസ്ട്രേഷൻ സക്സസ്ഫുൾ ആവുന്നില്ല. ഇങ്ങനെ തുടങ്ങി ഒരുപാട് ആളുകൾ നമുക്ക് മെസ്സേജ് ചെയ്യാണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിനുശേഷം പ്രിൻ്റ് ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾക്ക് ഒരു PDF നിങ്ങൾക്ക് പ്രിൻറ്റ് ചെയ്ത് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ഇത് നിങ്ങളുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് അയച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പല ആളുകൾക്കും മെസ്സേജ് ചെയ്യുന്നുണ്ട് ഇത് അയച്ചു കൊടുക്കുമെന്ന് ചോദിച്ചിട്ട്. അതുകൊണ്ടാണ് പറയുന്നത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ്. യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് ചെയ്യാം. നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.